നമ്മൾ അകുമ്പ ആ ഒരു ഫോറസ്റ്റിന്റെ അകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ട എന്ത് രസാ. ഓ ചെറിയതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എന്താ ചെറിയ രീതിയിലേ മഴയുള്ളൂ. കേരളത്തിലെന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് ചിറാപുഞ്ചിയാണ്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ തീരെ കുറവല്ല, തൊട്ട് താഴെ 2ാം സ്ഥാനം, വളരെ കുറച്ച് വ്യത്യാസത്തിൽ 2ാം സ്ഥാനം ആയിപ്പോയ ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ ഞാൻ പോയിക്കൊണ്ട് അകുംബെ എന്ന് പറഞ്ഞാൽ കർണാടക ജില്ലയിലാണ്. ഷിമലോഗയുടെ അടുത്തൊക്കെ അകുംബെ കർണാടക ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ വളരെ ചെറിയ റോഡും ഒരുപാട് ഹെയർ പിൻസ് 16-18 ഹെയർ പിൻസ് ഒക്കെ ഉള്ള ഒരു റോഡാണ്. നമ്മളിപ്പം അകുമ്പെ ആ ഒരു സൈഡ് കയറി കഴിഞ്ഞു. ഇപ്പോൾ വീടുകളുടെ 1-2 വീടും കൂടെ ഈ സൈഡിലുണ്ടായിരുന്നു. ഫുള്ള് ഓടിട്ട വീടാണ്. നമ്മുടെ ഈ ഒരു പാലക്കാട് സ്റ്റൈലില്ലേ, അത് കേരളത്തിലെ പാലക്കാട് പോലെയാണ് നമുക്ക് പല സ്ഥലങ്ങളും കർണാടകയിലെ ആ വന്ന സ്ഥലമൊക്കെ തോന്നിയത്. കാരണം ഫുള്ള് നെൽപ്പാടങ്ങൾ അങ്ങനെയുള്ള സ്ഥലമൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ ബൈക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു റൂട്ടാണ്, കിടിലൻ റൂട്ടാണ്. അപ്പോൾ കേരളത്തിലുള്ളവരെ അല്ലെങ്കിൽ എവിടെ വേണം ഉള്ളവർ ഈ ബൈക്കിൽ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ രാജവെമ്പാല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ രാജവെമ്പാല കാണപ്പെടുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ അഴകുമ്പയിൽ പോകുന്ന വഴിയിലുള്ള ആ ഒരു വളവും തിരിവൊക്കെ. ഇടത് സൈഡ് കണ്ടോ, കിടിലം വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല വണ്ടിത്തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇടത് സൈഡ് കിടിലം വ്യൂവും കാര്യങ്ങളും കുരങ്ങന്മാരും നല്ല രസമാണ് കേട്ടോ കഴിവ് പോവാൻ. അകുംബയിലെ ആ ഒരു ചുരമൊക്കെ കഴിഞ്ഞ് ആ ഹെയർപിന്നൊക്കെ കയറി ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുന്താന്ത്രി ഹിൽസിലോട്ടാണ് കേട്ടോ. അകുംബയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റുകളിലൊന്നാണ് ഈ ഒരു ഹിൽസ്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര. ഉടുപ്പി നഗരത്തിൽ നിന്നും 70 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലത്തോട്ട് പോകാൻ. അപ്പോൾ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. അതുപോലെ 2 സൈഡും പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. കുന്താന്ത്രി ഹിൽസിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇനി എനിക്ക് ഇവിടെ നിന്നൊരു ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. കാണുന്ന മലയാണെന്ന് തോന്നുന്നു കേട്ടോ. ട്രക്കിംഗ് ഇവിടെ ഉണ്ടോയെന്നൊന്നും എനിക്കും അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം. ക്ലൈമറ്റ് ഇപ്പം വെയിലടിച്ചു തുടങ്ങി കേട്ടോ. വന്ന വീണ്ടും മഴയായിരുന്നു, ഇപ്പം വീണ്ടും വെയിൽ തുടങ്ങി. മഴക്കാടാണ്. എന്നിട്ട് ഞാൻ എവിടെ പോയാലും അവിടെ വെയിലാണല്ലോ. ഞാൻ എത്ര മഴയുള്ള സ്ഥലത്ത് പോയാലും അവിടെ വെയിലായിരിക്കും കേട്ടോ ഞാൻ പോകുന്ന ദിവസം. എന്താ നമുക്ക് മുകളിലെത്തിയിട്ട് നോക്കാം സ്ഥലം എങ്ങനെയാണെന്ന് നോക്കാം, അറിയാമല്ലോ. നമ്മളുടെ ടോപ്പിൽ എത്താറായി കേട്ടോ. ടോപ്പിൽ ഇനി ട്രക്കിംഗ് ഉണ്ടെന്ന് അറിയത്തില്ല, ഏകദേശം എത്താറായി. കൂടുതൽ കാറ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിലൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ പപ്മാർക്ക് ഉണ്ട്. പക്ഷെ ഇത് ലെപ്പേർഡാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് അതിന് പൂച്ചയാണോ കാട്ടുപൂച്ചയാണോ അതെനിക്കറിയത്തില്ല. പക്ഷെ അതുപോലെ തോന്നിക്കുന്ന കുട്ടി ചെറിയ കാൽപ്പാട് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ പറയാൻ പറ്റില്ലേ, എന്തായാലും ചിലപ്പോൾ ലെപ്പേർഡായിരിക്കും അല്ലെങ്കിൽ പൂച്ചയായിരിക്കാം. എന്തായാലും സംഭവം അത്യാവശ്യം നല്ല കാട്, നല്ല തണുപ്പായിട്ടോ ഇവിടെ. നല്ല തണുപ്പുണ്ട്. എന്തോ ഒരു സാധനം ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടോ. കിളിയിൽ എന്തോ ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു റോഡൊക്കെ അത്യാവശ്യം നല്ല കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹെയർ പിന്നും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കുന്താന്ത്രി ഹിൽസിലോട്ട് പോകുന്ന വഴി. അതുപോലെ ഇങ്ങോട്ടും വാഹനങ്ങൾ വരുന്നത് വെച്ച് നമ്മൾ നോക്കി വേണം പോകാൻ. ഇപ്പോൾ വൈകുന്നേരമാണ് പോകുന്നത്. വൈകുന്നേരത്തെ ആ ഒരു ക്ലൈമറ്റ് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ പോകുന്നത് കണ്ടോ, അത്യാവശ്യം നല്ല എന്താ പറയുക സ്ലോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇടത് സൈഡിൽ കണ്ട ഒരു നല്ല കിടിലും വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റൊക്കെ ഉണ്ട്. ഈ ഒരു ടോപ്പിലെത്തിക്കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ 17-ാം നൂറ്റാണ്ടിലെ ഒരു ജൈനക്ഷേത്രം ഉണ്ട് കേട്ടോ ഇവിടെയും. ഈ ഒരു ജൈനക്ഷേത്രവും പാർശ്വനാഥൻ തീർത്ഥങ്കരനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ ഒരു കുന്നിൻ്റെ മണ്ടയിലാണ് ഈ ഒരു ജൈനക്ഷേത്രം കൂടെ ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തെ ഷിമോഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിൽ ഇടതൂർന്ന വനങ്ങളിലുള്ള ഒരു കുന്നുകൂടിയാണ് കേട്ടോ ഇത്. 2 സൈഡും നല്ല രീതിയിലുള്ള കാടാണ്. മൃഗങ്ങളൊക്കെ ഉള്ള ഒരു അത്യാവശ്യം അങ്ങനെയുള്ള ഒരു ഏരിയ കൂടെ തന്നെയാണ് കേട്ടോ ഇത്.
അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നമുക്കെന്തായാലും മുകളിൽ പോയിട്ട് ബാക്കി നോക്കാം കേട്ടോ. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല കാറുകളും ബൈക്കുകളൊക്കെ അത്യാവശ്യം ഉണ്ട് ഇവിടെ പാർക്കിങ്ങിന്. ഇവിടെ പാർക്കിങ്ങിന് ഫീസ് അങ്ങനെയൊന്നുമില്ല കേട്ടോ, ടിക്കറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് വന്നിട്ട് കണ്ടിട്ട് പോവാം. പിന്നെ ഇവിടെ ഓപ്പണിംഗ് ടൈമിങ്, അവിടെ ക്ലോസിങ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ഒരു 7 മണി വരെ കൂടുതൽ ഒരു ഇവിടെ അലോഡ് ആയിക്കത്തില്ല. 7 വരെ പോകത്തില്ല, 6-6:30 വരെ പോകത്തുള്ളൂ. അപ്പോഴേ ഇവിടെ നമ്മളെ പറഞ്ഞുവിടും. കാരണം കുറച്ച് ഈ ഏരിയയൊക്കെ ഫുള്ള് വൈഡ് എലിമെൻറ്റ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം. എന്നാലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി നോക്കാം കേട്ടോ. എൻട്രി പോയിന്റ് ടിക്കറ്റും കാര്യം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. മുകളിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. മുകളിലൊരു ജെയിൻ ടെമ്പിൾ ഉണ്ട്, അത് 5 മണിയാകുമ്പം ക്ലോസ് ആവുമെന്ന് പറഞ്ഞു. ഇപ്പോൾ 5 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റെപ്പും കാര്യത്തിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ, സ്റ്റെപ്പൊക്കെ ഉണ്ട്. പക്ഷെ മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു. പക്ഷേ രാവിലെയൊക്കെ മഴ പെയ്തതാണ്. എന്നാലും ഇവിടെ വരുമ്പോൾ മാത്രം എന്താണെന്തോ ഇങ്ങനെ. ടോപ്പെത്തിയ ഇത്രയുള്ള സ്റ്റെപ്പ്. ഞാൻ ഇവിടെ ആ ഒരു ടോപ്പിലെത്തി കേട്ടോ. ആ സ്റ്റെപ്പ് കയറി കുറച്ച് കൂടെ നടന്ന ഒരു 10 മീറ്റർ കൂടെ നടന്ന് നമ്മൾ ആ ഒരു കുന്നിൻ്റെ മണ്ടയിലെത്തി കേട്ടോ. ഈ കാണുന്നതാണ് ആ ഒരു ജൈനക്ഷേത്രം. ഇതാണ് കേട്ടോ ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടോ. ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 826 മീറ്ററാണ് കേട്ടോ ഈ ഒരു കുന്താദ്രി ഹിൽസിലെ ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും വലിയ ദിഗംബര ജൈന മുനിയായ കുന്തകുണ്ട ആചാര്യ എന്ന മുനി ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 6 മണിയൊക്കെ കഴിയുമ്പോൾ ഇവിടെ ക്ലോസ് ആകും കേട്ടോ. ഇവിടെ നിന്ന് ആൾക്കാർ ഇറക്കി തുടങ്ങും. അപ്പോൾ ഇപ്പം ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 6 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിയാണ്. ഓക്കെ ബൈ ബൈ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.